ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു തോരൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. ഇന്ന് വന്നിട്ട് ക്യാബേജാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടുകിട്ട് കൊടുക്കാം. വറ്റൽമുളകും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറു തീയിൽ വെച്ചിട്ട് ചെയ്യുക കേട്ടോ, അന്നേരം അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. ചെറിയ ബ്രൗൺ കളറായിട്ടുണ്ട്. അന്നേരം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർത്ത് കൊടുക്കാവേ. ക്യാബേജ് ഉണ്ടോ ചോപ്പറിനകത്ത് വെച്ചിട്ട് അരിഞ്ഞിട്ടുണ്ട് കണ്ടോ, ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാബേജ് അത്രയും അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാവേ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉഴുന്ന് പരിപ്പ് ചേർത്താൽ എന്തെന്ന് വെച്ചാൽ, ഇത് തോരന് കഴിക്കാൻ ടൈമിൽ ചെറുതായിട്ട് അത് കടിക്കാൻ കിട്ടുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ്. നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് അടച്ചു വയ്ക്കാവേ. നമുക്ക് ഇളക്കി കൊടുക്കാവേ. ആയിട്ടില്ല കേട്ടോ, കുറച്ച് നേരം കൂടി ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ക്യാബേജ് സത്യം പറഞ്ഞാൽ തോരന് നല്ല രീതിക്ക് വാരി കിട്ടിയാൽ തന്നെയാണ് അത് നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരു പച്ച ടേസ്റ്റ് വന്നുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് നോക്കാം കേട്ടോ, ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. കണ്ടു, കളറൊക്കെ ചേഞ്ച് ആയതാണ്. വൈറ്റ് കളർ ചേഞ്ച് ആയിട്ടുണ്ട്, വാടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലാവശ്യത്തിന് ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ, ആദ്യം ഇട്ടത് തന്നെയാണ്. മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുക്കാവേ. മുളക് പൊടി ചേർത്ത് കൊടുക്കുക, ഇച്ചിരി മതി. ആവശ്യത്തിനുള്ള തേങ്ങയും കൂടെ ഈ സമയത്ത് ചേർക്കാവേ. ഞാൻ കുറേശ്ശെ ചേർക്കുന്നുള്ളൂ കേട്ടോ എല്ലാം. തേങ്ങയൊക്കെ ഞാൻ കുറേശ്ശെ ചേർക്കും. പിന്നെ വേറെ ഒന്നും തോരനകത്ത് വേറെ ഒന്നും ചേർക്കത്തുമില്ല. നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കാം. മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാവേ. നമുക്ക് അല്പം കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോഴത്തേക്ക് ആ തേങ്ങയൊക്കെ വെന്തിട്ട് വരും.
ലാസ്റ്റ് നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. തോരന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സിമ്പിളാണ്. പിന്നെ അടച്ച് വെച്ച് വേവിക്കുന്നതിൽ ചെറു തീയിൽ വെച്ച് വേവിക്കണം, എന്നാൽ തന്നെ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻ്റ് ഇടുക കേട്ടോ. എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.